സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ 60-ാം വാർഷിക സമ്മേളന സ്മരണയിൽ കാണാം, ബിദ്അത്തുകാർക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്ത സ്ഥലങ്ങളിൽ, അവർക്ക് യാതൊരു പിടുത്തവും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബിദ്അഈ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അവർക്ക് കടന്നുവരാനും അവസരമുണ്ടായത് രാഷ്ട്രീയത്തിന്റെ മറവിലൂടെയായിരുന്നു എന്ന്. രാഷ്ട്രീയത്തിന്റെ മറവിലൂടെയായിരുന്നു അവർക്ക് കടന്നുവരാൻ കഴിഞ്ഞത്. കടന്നുവന്നു എന്ന് മാത്രമല്ല, കോഴിക്കോട് മൊഹിയുദ്ദീൻ പള്ളി, പട്ടാളപ്പള്ളി, ശാദുലിപ്പള്ളി അടക്കം കോഴിക്കോട് നഗരത്തിലെ 12ഓളം പ്രധാനപ്പെട്ട പള്ളികൾ അവർ പിടിച്ചടക്കിക്കൊണ്ടുപോയതും ഈ ദുസ്വാധീനം കൊണ്ടായിരുന്നില്ലേ? ചരിത്രം അതല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, എത്രമാത്രം വേദനാജനകമായ സംഭവങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. എത്രമാത്രം വേദനാജനകമായ സംഭവങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. എടവണ്ണയിലെ സുന്നി പള്ളി, ഖബർസ്ഥാനി അടക്കം അവിടത്തെ പള്ളി മുഴുവനും വഹാബികൾ പിടിച്ചടക്കിക്കൊണ്ടുപോയില്ലേ? പുളിക്കലിലെ സുന്നി പള്ളിയും അതിന്റെ ഖബർസ്ഥാനി അടക്കം ഒരു പിടിച്ചടക്കിക്കൊണ്ടുപോയില്ലേ? എന്തിനേറെ പറയണം, ഒരു കാലത്ത് ഒതായി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സുന്നികൾക്ക് കടന്നു ചെല്ലാൻ പോലും പറ്റുമായിരുന്നില്ല. ഒരു സുന്നി മുസ്ലിയാർക്ക് അവിടെ റോട്ടിലിറങ്ങി നടക്കാൻ പറ്റുമായിരുന്നില്ല. എന്റെ ചെറുപ്പത്തിൽ അവിടെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു ഓർക്കുന്നുണ്ട്. ഒരു സുന്നി സമ്മേളനം, ഒതായിരൊരു സുന്നി സമ്മേളനം. ആ സമ്മേളനത്തിന് വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരങ്ങോട്ട് പോകാനൊരുങ്ങുമ്പോൾ അവിടെ നിന്നൊരാൾ ആക്രോശിച്ചിട്ട് പറഞ്ഞു, അവര് സമ്മേളനം നടത്താൻ വരികയാണെങ്കിൽ കൂടെ ആംബുലൻസും കൂടി കൊണ്ടുവന്നോട്ടെ, ആംബുലൻസും കൂടി കൂടെ കൊണ്ടുവന്നോട്ടെ എന്നായിരുന്നു അവിടെ നിന്നുള്ള ആക്രോശം. അങ്ങനെ ഒരു കാലം ഇവിടെ കഴിഞ്ഞുപോയി. എന്നിട്ട് അവിടെ സുന്നി സമ്മേളനം നടത്താൻ സാധിച്ചില്ല. പോലീസ് ഇടപെട്ട് പ്രശ്നമാക്കി നിർത്തിവെപ്പിച്ചു. അവസാനം അതിന് പകരമായി അരീക്കോട് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് സമ്മേളനം നടത്തി പിരിയേണ്ടി വന്നില്ലേ ഒരു കാലത്ത്? നിങ്ങൾ മനസ്സിലാക്കണം, അരീക്കോട് ബസ് സ്റ്റാൻഡിൽ സമ്മേളനം നടത്തി പിരിയേണ്ടി വന്നു. എന്നാൽ ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ എടവണ്ണയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പള്ളി, സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസാചാരപ്രകാരം നടക്കുന്ന ജുമുഅത്ത് പള്ളി സ്ഥാപിതമായിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ ഒതായിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ പോയി പള്ളിയുടെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, അവിടെ വഹാബി ആശയങ്ങളെ ശക്തമായി വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാന്യനായ പേരോട് ഉസ്താദ് അടക്കം, ബഹുമാനപ്പെട്ട പൊന്മുൾ ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾ ചെന്ന് നന്നായി പ്രസംഗിക്കുകയും സമ്മേളനം നടത്തുകയും ചെയ്തിരിക്കുന്നു. പഴയ കാലങ്ങളിൽ സുന്നികളുടെ സംഘടിത ശക്തിയുടെ കുറവും അവരുടെ ദൗർബല്യവും മുതലെടുത്തുകൊണ്ട് സുന്നത്തി ജമാഅത്തിന്റെ സ്ഥാപനങ്ങളും മറ്റും കയ്യേറിയവരായിരുന്നു വഹാബികൾ. അതിന് പലരും ഒത്താശകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇനി അത് നടപ്പില്ല എന്ന് തന്നെയാണ് ഈ പ്രസ്ഥാനം പറയുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد سيد الخلائق أجمعين وعلى آله وصحبه صلاة وسلاما دائمين متلازمين إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله مولانا العظيم. وقال سيدنا وحبيبنا محمد صلى الله عليه وسلم: إذا ظهرت البدعة وسكت العالم فعليه لعنة الله. رضينا قسمة الجبار فينا لنا علم وللجهال مال. ആദരണീയനായ സയ്യിദ് അവർകൾ, ബഹുമാന്യനായ ഖാദി അബ്ദുള്ളക്കുട്ടി മഖ്ദൂമി, ഈ മഹത്തായ പള്ളിയിലെ മുദദ്ദിസും ഈ ദർസിന്റെ നായകനുമായ ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ സഖാഫി, വേദിയിലുള്ള മറ്റു പണ്ഡിതന്മാർ, നേതാക്കൾ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, നല്ലവരായ സഹോദരിമാരെ, ബഹുമാനപ്പെട്ട പൊന്മുൾ ഉസ്താദും പേരോട് ഉസ്താദും വരുന്നുണ്ട്, പെട്ടെന്നെത്തും. അള്ളാഹു അവർക്കൊക്കെ
ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമുക്കൊരുപാട് കാലം നേതൃത്വം നൽകാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ സഖാഫി അവരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഈ ദർസിന്റെയും വിദ്യാർത്ഥികളുടെ സമാജത്തിന്റെയും ഒക്കെ വാർഷികമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കൊളപ്പുറം പ്രദേശം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളവറുകളുടെ പാദസ്പർശനം കൊണ്ടും അവിടുത്തെ അനുഗ്രഹങ്ങൾ കൊണ്ടും ഭാഗ്യം ലഭിച്ച ഒരു പ്രദേശമാണ്. അതുപോലെ മറ്റു ധാരാളം സയ്യിദന്മാരുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് ഈ മഹത്തായ പള്ളി ഇവിടെ സ്ഥാപിക്കാൻ നേതൃത്വം കൊടുത്ത മഹാനായ സയ്യിദ് മുഹമ്മദ് ജമലുല്ലൈലി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള സാദാത്തുക്കളുടെ സാന്നിധ്യമുള്ള ഒരു വലിയ പ്രദേശമാണ് ഈ കൊളപ്പുറം. അതോടൊപ്പം എത്രയോ പതിറ്റാണ്ടുകളായി അള്ളാഹുവിന്റെ ദർസിന്, ദീനിന്റെ ദർസിന് വലിയ പ്രാധാന്യം കൽപ്പിക്കും, ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും സ്നേഹിക്കുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളുകയും ചെയ്ത ഒരു പ്രദേശമാണ് ഈ കൊളപ്പുറം. നമുക്കറിയാം, തിരൂരങ്ങാടിയിൽ വഹാബി ആശയം 1920-കൾക്ക് ശേഷം കടന്നു വന്നിട്ടുണ്ട്. തിരൂരങ്ങാടിയിൽ ഈ ആശയം വരികയും അവിടെ വേരുപിടിക്കുകയും അവിടെ അവർ സ്ഥാപനങ്ങളും മറ്റും ഉണ്ടാക്കി ബിദഅത്തിലേക്ക് ആളുകളെ കൂട്ടുകയും ചെയ്തപ്പോഴും അതിന്റെ നേരെ തൊട്ടിപ്പുറത്ത് ഒരു പുഴയ്ക്കിപ്പുറം കിടക്കുന്ന ഈ കൊളപ്പുറത്തേക്ക് ആ ആശയം കടന്നുവരാൻ എത്രയോ പതിറ്റാണ്ടുകൾ എടുത്തു എന്നതാണ് സത്യം. അതല്ലെങ്കിൽ ഇപ്പോഴും ആ ആശയത്തിന് ഇവിടെ വേണ്ട പോലെ വേരുവെക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ നിലയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ കാത്തുസൂക്ഷിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കൊളപ്പുറവും അതിന്റെ പരിസരവും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരായ സാദാത്തുക്കളുടെയും ഉലമാക്കളുടെയും ബർക്കത്തുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന്റെ ദീനിനെ ഹക്കിന്റെ പാതയിൽ ഇവിടെ നിലനിർത്തി ഈ നാട്ടിലെ മുഅ്മിനീങ്ങൾക്ക് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഖാദി അവർകൾ വളരെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകൾ പാഠം ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഉപദേശങ്ങൾ ആ പ്രസംഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ഖാദി എന്ന നിലയിലും ഒരു ആലിം എന്ന നിലയിലും പറയേണ്ട കാര്യങ്ങൾ തീർത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹം ദുആ ചെയ്തതുപോലെ തന്നെ ഖാദിം ഫിൽ ജന്ന എന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. ആമീൻ. യഥാർത്ഥത്തിൽ ഖാദിമാർ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ഇടപെടാതിരിക്കുകയും കാര്യങ്ങളെ ഗൗനിക്കാതിരിക്കുകയും ജനങ്ങൾക്ക് ഹക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല, പലപ്പോഴും ജനങ്ങളെ വഴിതെറ്റിക്കാൻ നേതൃത്വം കൊടുക്കുന്നവരും ചില ഖാദിമാരാണ് എന്നും പറയേണ്ടിയിരിക്കുകയാണ്. ഖാദിം ഫിൽ ജന്ന ഖാദിയാനി ഫിന്നാർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. യഥാർത്ഥത്തിൽ ഹക്കിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന, അത് വെട്ടിത്തുറന്ന് പറയുന്ന ഖാദി മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ
ഖാദിയായി അംഗീകരിക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശനം കിട്ടുകയും ചെയ്യുകയുള്ളൂ. ഖാദി എന്ന് പറയുന്നത് വളരെ വലിയ ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ശറഇന്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിലും അത് അവിടുത്തെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായി കാണിച്ചു ബാധ്യതയും ഉത്തരവാദിത്വവും ഖാദിമാർക്കുണ്ട്. ഞാനത് പറയേണ്ട ആവശ്യം ഇല്ല. എന്നാൽ നമ്മുടെ നാടുകളിൽ പലയിടത്തും കാണുന്ന ഒരു ദുരവസ്ഥ എന്താണെന്ന് വെച്ചാൽ, 100 മഹല്ലിന്റെ ഖാദിയാണ്, 800 മഹല്ലിന്റെ ഖാദിയാണ് എന്ന് പറയപ്പെടുന്ന ആളുകളെ തന്നെ ഖാദിയുടെ മുറുവത്തിന് യോജിക്കാത്തതും ഒരു ആലിമിന്റെ മുറുവത്തിന് യോജിക്കാത്തതും എന്നല്ല, ഒരു സാധാരണക്കാരൻ, ഒരു സാധാരണ മുസ്ലിം തന്നെ ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ വരെ പച്ചയായി ചെയ്യുകയും ജനങ്ങൾ അത് കണ്ട് വഴിതെറ്റിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഞാനിത് വെറുതെ പറയുന്ന കാര്യമല്ല. ആണും പെണ്ണും ഇഖ്തിലാത്തായി മുഖ്തലിത്തായി വേദി പങ്കിടുക എന്ന് പറയുന്നത് പലപ്പോഴും നാം കാണുന്നുണ്ട്. ഖാദിമാരിൽ നിന്ന് ഒരിക്കലും അത്തരം നടപടികൾ ഉണ്ടാവാൻ പാടില്ല. 100 മഹല്ലിന്റെയോ 400 മഹല്ലിന്റെയോ ഖാദിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആണും പെണ്ണും ഒന്നിച്ച് ഒരു സ്റ്റേജിൽ കസേരയിട്ടിരിക്കുന്ന രംഗം കാണുന്നുവെങ്കിൽ അത് ഖാദി നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്യുന്നെങ്കിൽ അത് ഖാദി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഖാദി അത് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ കരുതും ഇതിന് ഇസ്ലാമിൽ വിരോധമില്ല എന്ന്. ഇനി പത്രകോളങ്ങളിലൊക്കെ ഇത്തരം ചിത്രങ്ങൾ കാണുമ്പോൾ ഏതെങ്കിലും ഖാദിമാർ ഈ വിഷയത്തിലുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഞാൻ തീർത്തു പറയുന്നു, അങ്ങനെ ഒരു ഖാദി അന്യ സ്ത്രീയുമായി വേദി പങ്കിട്ടിരിക്കുന്നതായി നിങ്ങൾ കണ്ടാൽ ആ ഖാദിയുടെ നിലപാടും നടപടിയും ശരിയല്ല എന്ന് നാം വിശ്വസിച്ചിരിക്കണം. ഇത് ഞാൻ പറയുന്നത് ചില ആളുകൾക്ക് അവരുടെ ഭൗതികമായ കാര്യങ്ങളും ഭൗതികമായ താൽപര്യങ്ങളും സംരക്ഷിക്കപ്പെടാൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ മറികടന്ന് ഒരു ഖാദി എന്ന നിലക്കുള്ള മര്യാദയും മുറുവത്തും പാലിക്കാതെ ഹറാമായ കാര്യങ്ങൾ പലപ്പോഴും ചെയ്യുന്നു. നഊദുബില്ലാ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകിച്ചൊരു കാര്യം ഞാൻ പറയുന്നത്, മതസൗഹാർദ്ദം എന്നത് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. എങ്ങനെയാണ് മതസൗഹാർദ്ദം പുലർത്തേണ്ടത്, അമുസ്ലിമീങ്ങളുമായി നമ്മൾ എങ്ങനെയാണ് വർത്തിക്കേണ്ടത്, അമുസ്ലിമീങ്ങളുമായുള്ള ബന്ധങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ പൂർവ്വകാലത്ത് ആലിമീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മഹാന്മാരൊക്കെ പഠിപ്പിച്ച വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് മതസൗഹാർദ്ദത്തിന്റെ പേരു പറഞ്ഞ് അന്യ മതക്കാരിലെ ആളുകൾ ചെയ്യുന്ന ആചാരങ്ങൾ വരെ, അവരുടെ ശീലങ്ങൾ വരെ വലിയ വലിയ ആളുകൾ പരസ്യമായി ചെയ്യുകയും അത് കണ്ട് സാധാരണക്കാരായ ആളുകൾ മുർത്തദ്ദായി പോവുകയും ചെയ്യുന്ന അപകടകരമായ സാഹചര്യം വരെ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാനിതിലേക്ക് ഇപ്പോൾ കൂടുതൽ കടന്നു പോകുന്നില്ല. ഇത്തരം ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ കാണുമ്പോൾ ഖാദിയും ആലിമുമെല്ലാം അവരുടെ നിലവാരം വിട്ട് കളിക്കാതെ ഭൗതികമായ താൽപര്യങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ ദീനിനെ ഇവിടെ സംരക്ഷിക്കണം, അതിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണമെന്ന ഉദ്ദേശത്തോടെ വളരെ പക്വതയിലും വളരെ മാന്യതയിലും ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മാതൃക കാണിക്കേണ്ടവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നമ്മുടെ തിരുരങ്ങാടി ഖാദി അവർകൾ ആ പാരമ്പര്യം, ഖാദി എന്ന പാരമ്പര്യം വെച്ചുകൊണ്ട് തന്നെ, അവിടുത്തെ മഖ്ദൂമുമാരുടെ പഴയ പാരമ്പര്യം വെച്ചുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ഇവിടെ വ്യക്തമായി പറയുകയും അത് പ്രഖ്യാപിക്കുകയും ജനങ്ങളെ ആ കാര്യത്തിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്തിരിക്കുന്നു. ഖാദി അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കുന്നു. ഇനി നാട്ടുകാരായ നമ്മളാണ് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, ബിദ്അത്തിനെ ശക്തമായി നിരാകരിക്കുക എന്നതൊരു ഖാദി ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. അത് ഖാദി അവർകൾ നിർവഹിച്ചിരിക്കുന്നു. ഇത് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം, പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഖാദിമാര് പറഞ്ഞാൽ ആ ഖാദിയെ പിരിച്ചുവിടാൻ വല്ല വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന കാലഘട്ടമാണിപ്പോൾ.
ഇവിടെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികളായ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീൻ അത് പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ദീന് പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. പരീക്ഷണങ്ങൾ നേരിടും എന്ന് തന്നെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുമുള്ളത്. പരീക്ഷണങ്ങളില്ലാതെ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ദീനിന് നിലനിൽക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല. അൽ ഖായിമു അലാ ദീനിഹി കൽ ഖാബിലി അലൽ ജമർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നയാൾ, ദീൻ മുറുകെ പിടിച്ച് നിൽക്കുന്നയാൾ തീക്കട്ട കയ്യിൽ പിടിച്ച് നിൽക്കുന്നവനെപ്പോലെയാവുന്ന ഒരു കാലഘട്ടം, ഒരു സാഹചര്യം ഈ സമുദായത്തിന് വരാനിരിക്കുന്നു എന്നാണ്. ദീൻ മുറുകെ പിടിക്കുന്നവർക്കേ വിഷമമുണ്ടാവുകയുള്ളൂ, ദീൻ മുറുകെ പിടിക്കുന്നവർക്കേ പ്രയാസങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അവർ തീക്കട്ട കയ്യിൽ പിടിച്ചു നിൽക്കുന്നവനെ പോലെ ആയിരിക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ ദീനും ദീനിന്റെ അഹലുകാരും ഖിയാമത്ത് നാൾ വരെ പരീക്ഷണങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കും. അതിൽ യാതൊരു സംശയവും ഇല്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി, അല്ലാഹുവിന്റെ അടിമകളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ടിട്ടുള്ളത് അമ്പിയാക്കളാണ്. ഹുമ്മൽ അംസലു ഫൽ അംസൽ. പിന്നീട് അവരെ പോലെയുള്ളവർ അഥവാ മഹാന്മാരായ അംബിയാ മുർസലീങ്ങളാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയവരെങ്കിൽ ആ അംബിയാ മുർസലീങ്ങളുടെ പിൻഗാമികളായി വരുന്നവരാരുണ്ടോ അവരായിരിക്കും ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് പിന്നീട് വിധേയരാകേണ്ടി വരിക. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്റെയും എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാവരും വലിയ പരീക്ഷണങ്ങൾ അഭിമുഖീകരിച്ചവരാണ്. പ്രവാചകന്മാരിൽ പരീക്ഷണങ്ങൾ നേരിടാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അല്ലെങ്കിൽ എല്ലാ പ്രവാചകനും പരീക്ഷണം നേരിട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. وَإِذِ ابْتَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ فَأَتَمَّهُنَّ قَالَ إِنِّي جَاعِلُكَ لِلنَّاسِ إِمَامًا. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നാം ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. ആ പരീക്ഷണങ്ങളിലെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിച്ചു. ഞാൻ ആ സംഭവങ്ങളൊന്നും നീട്ടിപ്പറയേണ്ട ആവശ്യമില്ല. ചെറിയ പ്രായത്തിൽ തന്നെ അവിടത്തേക്ക് പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പിതാവിന്റെ സ്ഥാനത്ത് തന്നെ പോറ്റി വളർത്തിയിരുന്ന ആസർ എന്ന് പറയുന്ന വ്യക്തി വിഗ്രഹങ്ങളെയും പ്രതിമകളെയും വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ, അല്ലയോ പിതൃവ്യരെ, നിങ്ങൾ എന്താണ് ഈ കൽപ്രതിമകളെ ആരാധിക്കുന്നത്? ഈ കോലങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നത്? ഈ ജീവനില്ലാത്ത, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ വസ്തുക്കളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചതിന്റെ പേരിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആ പിതൃകരിൽ നിന്ന് കല്ലേറേൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടുന്ന് നാടുവിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വലിയ പരീക്ഷണം ചെറുപ്പത്തിലെ ഏറ്റ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നീട് നമ്രൂദ് ചക്രവർത്തിയുടെ തീകുണ്ഡത്തിലെറിയപ്പെട്ടിട്ടുണ്ട്. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തണുപ്പും രക്ഷയും ആയിക്കൊടുക്കാൻ അല്ലാഹു തആല നിർദ്ദേശിച്ചത് കാരണമായി ആ തീകുണ്ഡം തണുപ്പും രക്ഷയുമായത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് രക്ഷയായി, അനുഗ്രഹമായി. യഥാർത്ഥത്തിൽ തീയിലെറിയപ്പെട്ട പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ട ശൈഖുന പൊന്മൾ ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. من ثنيات الوداع وجب شكر علينا ما دعا لله ذا.
ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ പരീക്ഷണങ്ങൾക്ക് വിധേയമായി. നമ്രൂദ് ചക്രവർത്തിയുടെ തീകുണ്ടത്തിൽ എറിയപ്പെട്ടു. ആ തീകുണ്ടത്തിൽ എറിയപ്പെട്ടപ്പോഴും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രഖ്യാപനം എന്തായിരുന്നു? തെറ്റുവില്ലിൽ മിഞ്ചനീക്കിൽ കയറ്റിവെച്ചുകൊണ്ട് മിസൈൽ വിക്ഷേപണിയെപ്പോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വലിയ തീകുണ്ടത്തിലേക്ക് എറിയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ഓ പ്രവാചകരെ, എന്ത് സഹായം വേണമെങ്കിലും ചെയ്തുകൊള്ളാം, എന്ത് സഹായം വേണമെങ്കിലും ചെയ്തുകൊള്ളാം. അള്ളാഹുവിന്റെ മലായിക്കത്തിന് സഹായിക്കാൻ അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അനുമതിയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. എന്റെ എല്ലാ കാര്യവും അള്ളാഹുവിനറിയാം, ഞാൻ പൂർണ്ണമായും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്രൂദിന്റെ തീകുണ്ടത്തെ അതിജയിച്ച മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രവാചകന്മാരിൽ വളരെ പരീക്ഷണമേറ്റിട്ടുള്ളൊരു മഹാനാണ്. എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രത്തിൽ നമുക്കിത് കാണാം, ഞാൻ നീട്ടി പറയുന്നില്ല. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ തന്നെയല്ലേ വളർന്നിട്ടുള്ളത്. ഒരുപക്ഷേ 40 വയസ്സുവരെ കാര്യമായ എതിർപ്പുകളോ പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒന്നും നബിതങ്ങൾക്കുണ്ടായിരുന്നില്ല, ശത്രുക്കളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എങ്കിലും പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം, നബിയായി നിയോഗിക്കപ്പെട്ട് ദഅവത്ത് തുടങ്ങിയ ശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെല്ലാം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, റസൂലുള്ളാഹി തങ്ങളുടെ സഹാബിമാർക്ക് എന്തെല്ലാം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ കഅബ ശരീഫിന്റെ ചുമരിൽ ഒരു പുതപ്പിങ്ങനെ മടക്കിവെച്ച് ചുരുട്ടിവെച്ച് കഅബത്തിലേക്ക് ചേർന്നിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബിമാർ കയറി വന്നിട്ട് പറഞ്ഞു, ഓ നബിയേ, ഞങ്ങളുടെ കാര്യം അങ്ങ് കാണുന്നില്ലേ, ഞങ്ങളുടെ അവസ്ഥ അങ്ങ് അറിയുന്നില്ലേ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നുണ്ട്, നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ കാണുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുമുണ്ട്. പക്ഷേ നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ക്ഷമിക്കണം, നന്നായി ക്ഷമിക്കണം എന്ന് സ്വഹാബത്തിനെ ഉപദേശിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഒരു കാര്യം പറയുകയുണ്ടായി. ഈ മഹത്തായ പ്രസ്ഥാനത്തിന് വലിയ പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്ന സമയമാണിപ്പോൾ, വളരെ പ്രയാസമുള്ള സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക തന്നെ വേണം. ക്ഷമിക്കാൻ ഉപദേശിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിശ്ചയം ഈ ആശയത്തെ അള്ളാഹു വിജയിപ്പിക്കും, ഈ സമുദായത്തെ അള്ളാഹു വിജയിപ്പിക്കും. സന്നാ മുതൽ ഹലറമൗത്ത് വരെ നീണ്ടുകിടക്കുന്ന മരുഭൂമിയിലൂടെ ഒരു മുസ്ലിമായ മനുഷ്യൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ അവൻ ആരെയും ഭയപ്പെടേണ്ടി വരികയില്ല, ഒരു ശത്രുവിനെ പേടിക്കേണ്ടി വരികയില്ല. അവന്റെ കൂടെ വല്ല ആട്ടിൻകുട്ടികളും ഉണ്ടെങ്കിൽ അതിനെ ചെന്നായ വന്ന് പിടിക്കുമോ എന്ന് മാത്രം ഭയപ്പെട്ടാൽ മതിയാകും. ഒരു ശത്രുവിനെ പേടിക്കേണ്ടുന്ന അവസ്ഥയില്ലാത്ത അത്രയും വിജയകരമായ ഒരു സാഹചര്യം ഈ പ്രസ്ഥാനത്തിന്, ഈ ദീനിന് വരാനിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു. അതുവരെ നിങ്ങൾ ക്ഷമിക്കണം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കിസ്റയും കൈസറുമടക്കമുള്ള, പേർഷ്യയും റോമുമടക്കമുള്ള രാജ്യങ്ങളും ആ രാജ്യങ്ങളിലെ ഭരണാധികാരികളും പരിശുദ്ധമായ ഇസ്ലാമിന്റെ പരിധിയിൽ വരികയും മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമായി പുലരുകയും ചെയ്തു. എന്നാൽ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്റെ നൂറ്റാണ്ടും അതിനു ശേഷമുള്ള 2 നൂറ്റാണ്ടുകളും കഴിഞ്ഞാൽ 3-ാമത്തെ നൂറ്റാണ്ട് വരുമ്പോൾ ഫിത്നകളും ഫസാദുകളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും വരും. വല്ലാത്ത ഫിത്നയും ഫസാദും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചരിത്രത്തിൽ നമ്മൾ കാണുന്നതും അതുതന്നെയാണ്. നേരത്തെ ചെറിയ ചെറിയ ഫിത്നകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഹിജ്റ 3-ാം നൂറ്റാണ്ടിന്റെ ശേഷമാണ് ലോകത്ത് വലിയ ഫിത്നകൾ മുസ്ലിം സമുദായത്തിൽ ഉടലെടുക്കാൻ തുടങ്ങിയത്.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബിദ്ഈ ആശയങ്ങൾ കൂടുതലായും പ്രത്യക്ഷപ്പെടുകയും അത് വളരുകയും ചെയ്യുന്നതും ഈ നൂറ്റാണ്ടുകളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല കുല്ലുഹും ഫിന്നാർ. എന്റെ സമുദായം 73 പിരിയും, 73 മില്ലത്തായി പിരിയും. അതിൽ 73 എന്ന അർത്ഥത്തിൽ കുല്ലുഹും എന്ന് റസൂലുള്ളാഹി തങ്ങൾ ആദ്യം പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒന്നിനെ മാത്രം ഒഴിവാക്കിയിട്ട് പറഞ്ഞു, ഇല്ലാ മില്ലത്തും വാഹിദ. 73 നരകത്തിൽ എന്നാണ് ആദ്യത്തെ വാക്കുകൊണ്ട് തോന്നിപ്പോകുക, കുല്ലുഹും ഫിന്നാർ. എന്നാൽ അതിൽ നിന്ന് ഒന്നിനെ മാത്രം ഒഴിവാക്കി, ഇല്ലാ മില്ലത്തം വാഹിദ, ഒറ്റ വിഭാഗം, ഒരൊറ്റ മില്ലത്തൊഴിച്ച് ബാക്കിയൊക്കെ നരകത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സ്വഹാബത്ത് ചോദിച്ചു, സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗമേത്? മാ ഹിയ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ തീർത്തു പറഞ്ഞു, മാ അന അലൈഹി വ സ്വഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ജീവിച്ച മാർഗം, എന്റെ ചര്യകൾ അനുധാവനം ചെയ്യുന്നവർ, എന്റെ സ്വഹാബത്തിന്റെ ചര്യകൾ അനുധാവനം ചെയ്യുന്നവർ. ഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് വേറെ ഒരു റിപ്പോർട്ടിൽ കാണാം, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അവര് മാത്രമായിരിക്കും സ്വർഗാവകാശികൾ. നമ്മൾ മറ്റെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വെച്ചുപോയി. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വെച്ചുപോയി. അതുകൊണ്ട് ഇനി ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ചേർന്ന് അതിൽ നിലകൊണ്ട് ജീവിച്ച് മരിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വിട്ടുപോയ കക്ഷികളിൽ കൂടി അവരെ കൂടി സ്വർഗത്തിലെത്തിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾക്ക് സ്വർഗത്തിലെത്തണമെന്ന് വാശിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിന് സ്വർഗം കിട്ടണമെന്ന് താൽപര്യമുണ്ടെങ്കിൽ, അയാളുടെ അനുജനോ ജ്യേഷ്ഠനോ മകളോ സ്വർഗത്തിലെത്തണമെന്ന് താൽപര്യമുണ്ടെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന ഈ ആശയത്തിൽ നിലക്കൊള്ളുകയും ഇതിലൂടെ ജീവിച്ചു മരിക്കുകയും ചെയ്യാൻ ശ്രമിക്കണം. അതിനപ്പുറമുള്ള പ്രസ്ഥാനങ്ങളിൽ നിലനിന്നിട്ട് സ്വർഗം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. സുന്നത്തി ജമാഅത്തിന്റെ എതിരായ പ്രസ്ഥാനങ്ങളിൽ നിന്നിട്ട് സ്വർഗം കിട്ടണമെന്ന് അവകാശപ്പെട്ടിട്ട് കാര്യമില്ല. അത് റസൂലുള്ളാഹി തങ്ങൾ തീർത്തു പറഞ്ഞിട്ടുള്ളതാണ്. വകുല്ലു ബിദ്അത്തിൻ വലാല വകുല്ലു വലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും നരകത്തിലേക്കാണ്, എല്ലാ ബിദ്അത്തും വലാലത്താണെന്ന് റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബിദ്അത്തിനെ സ്വർഗത്തിലെത്തിക്കാൻ ആര് ശ്രമിച്ചിട്ടും കാര്യമില്ല. ബിദ്അത്തുകാരെ സ്വർഗത്തിലെത്തിക്കാൻ ആര് ശ്രമിച്ചിട്ടും കാര്യമില്ല. പ്രത്യേകിച്ച് വിശ്വാസപരമായി വൈകല്യം സംഭവിച്ചവരാണെങ്കിൽ, വിശ്വാസത്തിൽ തന്നെ വിദഗ്ധ സംഭവിച്ചവരാണെങ്കിൽ അവരെ സ്വർഗത്തിലെത്തിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ലെന്ന് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ തീർത്തു പറഞ്ഞിട്ടുണ്ട്, അത്തരം ആളുകൾക്ക് എന്റെ ശഫാഅത്ത് പോലും ലഭിക്കുകയില്ല, എന്റെ ശഫാഅത്തിന് പോലും അവർ അർഹരാവുകയില്ല. ഏറ്റവും ഒടുവിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള പിടിവള്ളി അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്താണ്. നബി തങ്ങളുടെ ശഫാഅത്തുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. എന്നാൽ ബിദ്ഈ ആശയക്കാർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തുണ്ടാവുകയില്ല. അത് റസൂലുള്ളാഹി തങ്ങൾ തീർത്തു പറഞ്ഞിട്ടുള്ള ആശയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കൊണ്ടെങ്കിലും രക്ഷപ്പെടണമെന്ന് താൽപര്യമുണ്ടെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുകയല്ലാതെ വഴിയില്ല. ഇത് നമുക്ക് പറയാതിരിക്കാനൊരു നിർവാഹവും ഇല്ല. 73 സംഘമായി പിരിയുന്ന ഈ സംഘത്തിൽ നിന്ന് ഒന്ന് മാത്രമേ സ്വർഗത്തിലെത്തൂ എന്ന് റസൂലുള്ളാഹി തങ്ങൾ തീർത്തു പറഞ്ഞിരിക്കുന്നു. അത് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖി ഹത്താ യഅതിയ അംറുല്ലാഹ്. എന്റെ സമുദായത്തിലെ ഒരു മില്ലത്ത് മാത്രമേ സ്വർഗത്തിൽ കടക്കൂ എന്ന് റസൂലുള്ള പറഞ്ഞു. സ്വർഗത്തിൽ കടക്കുന്നത് എന്റെ സമുദായത്തിലെ ഒരു മില്ലത്താണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിച്ച് ആ ആശയാദർശങ്ങളനുസരിച്ച് ജീവിച്ചു പോരുന്നവരൊക്കെ സ്വർഗത്തിലെത്തും. എന്നാൽ ഖിയാമത്ത് നാൾ വരെ എന്റെ സമുദായത്തിലെ ഒരു ത്വായിഫത്ത്, ഒരു ടീം അല്ലെങ്കിൽ ഒരു വിഭാഗം,
ഒരു ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ വായിച്ചോ, എന്നാലും പ്രശ്നമില്ല, അർത്ഥം അങ്ങനെയും പറയാം. എന്റെ സമുദായത്തിലെ ഒരു ഗ്രൂപ്പ്, ത്വായിഫത്ത്. എന്തായിരിക്കും ആ ത്വായിഫത്തിന്റെ സ്ഥിതി? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതിയ അംറുല്ലാഹ്. ഖിയാമത്ത് നാൾ വരുന്നതുവരെ ഹക്കിനെ മുറുകെ പിടിച്ച് ഹക്കിനെ പരസ്യമായി വെളിപ്പെടുത്തി ഹക്കിനെ നന്നായി പ്രഖ്യാപിച്ച് നിലക്കൊള്ളുന്ന ഒരു ത്വായിഫത്തുണ്ടാകും. അത് ഈ മില്ലത്തിൽപ്പെട്ടവരാണ്. ഏത് മില്ലത്ത്? ബിദ്ഈ മില്ലത്തല്ല, ബിദ്അത്തുകാരിൽപ്പെട്ടവരല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന മില്ലത്തിൽപ്പെട്ട ഒരു ത്വായിഫത്ത്. അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരു ത്വായിഫത്ത്, അഥവാ സുന്നികളിൽ നിന്നു തന്നെ ഒരു നല്ല സുന്നിയുണ്ടാകും. സുന്നികളിൽ തന്നെ ഉറച്ച സുന്നിയുണ്ടാകും. സുന്നികളിൽ തന്നെ 100 110 വോൾട്ടുള്ള സുന്നിയുണ്ടാകും. 60 70 അതും സുന്നികളെ കൂട്ടത്തിലുണ്ടാകും. റസൂലുള്ളാഹി തങ്ങൾ ഈ പറഞ്ഞ ആശയം ഇത് തന്നെയാണ്. എന്നാൽ 60 70 40 പോകട്ടെ, 10% സുന്നിയുണ്ടെങ്കിൽ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കൊണ്ടെങ്കിലും രക്ഷപ്പെടാൻ കഴിയും. റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്ത് കൊണ്ടെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ 5% സുന്നി വേണം. അതുണ്ടെങ്കിൽ അവസാനം രക്ഷപ്പെടാൻ കഴിയും. എന്നാൽ റസൂലുള്ളാഹി തങ്ങൾ ഈ പറയുന്നത്, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതിയ അംറുല്ലാഹ് ലാ യദുർറുഹും മൻ ഖാലഫഹും എന്ന് പറഞ്ഞത് സുന്നികളിൽ നിന്ന് തന്നെയുള്ള ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ചാണ്. സുന്നികളിൽ നിന്ന് തന്നെയുള്ള ഒരു ഗ്രൂപ്പ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടായേ മതിയാവൂ. അത് റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞു വെച്ചതുകൊണ്ട് അതങ്ങനെ സംഭവിച്ചേ മതിയാവൂ. ഒരു ത്വായിഫത്ത് ഖിയാമത്ത് നാൾ വരെ ആരുടെ മുമ്പിലും ഹക്ക് വെട്ടിത്തുറന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുക തന്നെ ചെയ്യും. ലാ യദുർറുഹും മൻ ഖാലഫഹും, അവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ആർക്കും അവരെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. വേറെ ഒരു ഭാഗത്ത് കാണാം, ലാ യഖാഫൂന ഫില്ലാഹി ലൗമത്ത ലാഇം. ലാ യഖാഫൂന ഫില്ലാഹി ലൗമത്ത ലാഇം, ആക്ഷേപിക്കുന്നവരുടെ ആക്ഷേപം അവർ പരിഗണിക്കുകയേയില്ല, അവർ പ്രശ്നമാക്കുകയേ ഇല്ല. അങ്ങനത്തെ ഒരു ത്വായിഫത്ത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ താജുൽ ഉലമാ തങ്ങളും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദും നേതൃത്വം കൊടുത്ത ഈ മഹത്തായ പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഈ പറഞ്ഞതാണ്, ഹക്കിന്റെ മേൽ വെളിപ്പെട്ട് നിൽക്കുക. ളാഹിരീൻ അലൽ ഹഖ്. സുന്നത്തി ജമാഅത്തിന്റെ ആശയം വ്യക്തമായി പറയാൻ അവരേ ഉള്ളൂ. ബിദ്ഈ ആശയക്കാർക്ക് മറുപടി പറയാൻ അവരേ ഉള്ളൂ. ബിദ്ഈ ആശയത്തെ പ്രതിരോധിക്കാൻ അവരേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും അതിലൊന്നും അത്ര തന്നെ താൽപര്യമില്ല. അവരതൊരു വിഷയമായി എടുക്കുന്നുമില്ല. അവർക്ക് അങ്ങനെ ഒരു അജണ്ട പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ലേ? ബിദ്ഈ ആശയക്കാരുടെ പ്രചാരണങ്ങൾക്ക് മറുപടി പറയാൻ മുഖാമുഖങ്ങളും വാദപ്രതിവാദങ്ങളും മറ്റും നടത്തി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തെ ഇവിടെ സ്ഥാപിക്കാൻ ബഹുമാനപ്പെട്ട താജുൽ ഉലമയും ഖമറുൽ ഉലമയും നേതൃത്വം കൊടുത്ത ഈ മഹത്തായ പ്രസ്ഥാനമല്ലാതെ സുന്നത്തി ജമാഅത്തിന്റെ പേരിൽ ഇവിടെ വേറെ ആരുണ്ട്? ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടും, 1-2 പരിപാടികളൊക്കെ നടത്തി നോക്കും. പക്ഷേ അവസാനം ആരെങ്കിലുമൊക്കെ ഒന്ന് ഇടപെട്ടാൽ അവര് നിർത്തിവെച്ച് പോവുകയും ചെയ്യും. ആരെങ്കിലും ഇടപെട്ടിട്ട് അതൊന്നും ഇപ്പൊ വേണ്ട, അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു നിർത്തിവെച്ചു പോകും. അവർക്കതിൽ അത്രേ താൽപര്യമുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം തീർത്തു പറയുന്നു, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ തുറന്നു പറയുന്ന കാര്യത്തിൽ, അത് വ്യക്തമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ ആരുടെയും തിട്ടൂരത്തെ നാം വകവെക്കുകയില്ല. ആരുടെ തിട്ടൂരത്തെയും വകവെക്കുകയില്ല. അതാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃക. അതാണ് ബഹുമാനപ്പെട്ട മഹാനായ എം.എ. ഉസ്താദ് തവല്ലല്ലാഹു ഉംറഹു മഹാനവർകൾ നമുക്ക് കാണിച്ചു തന്ന മാതൃക. ഞാനൊരു ചെറിയ സംഭവം പറയാം.
1985 ശേഷം ഒരുപാട് വിവാദങ്ങൾ പല വിഷയങ്ങളും ഇവിടെ ഉണ്ടായ കൂട്ടത്തിൽ 1984 തോന്നുന്നു സമസ്തയുടെ അഖ്ലാഖ് എന്ന പാഠപുസ്തകത്തിൽ സലാം പ്രശ്നം വന്നത്. സലാം പ്രശ്നം എന്താ? സലാം പ്രശ്നം ബിദ്ഈ ആശയക്കാർക്ക് സലാം പറയരുത് എന്നത്. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പ്രസ്ഥാനക്കാർക്ക് സലാം പറയരുതെന്നും അവർ സലാം ചൊല്ലിയാൽ മടക്കരുതെന്നും ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പല ഭാഗത്തിരുന്നും അതിനെതിരെ എതിർപ്പുകൾ വന്നു. പലരും പലതും പറഞ്ഞു. എന്തെല്ലാം ജാതി എതിർപ്പുകളായിരുന്നു. അത് എപിയുടെ സ്വന്തം വകയാണ് എന്ന് പ്രചരിപ്പിച്ചില്ല. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ തീരുമാനമല്ലെന്നും അത് സമസ്ത അറിയില്ലെന്നും എപി ഉണ്ടാക്കിയതാണെന്ന് വരെ ചിലർ പ്രചരിപ്പിച്ചില്ലേ? ഞാൻ ഓർക്കുന്നുണ്ട്, തിരൂരങ്ങാടിയിൽ KV മുഹമ്മദ് മുസ്ലിയാർ പങ്കെടുത്തൊരു സുന്നി സമ്മേളനമുണ്ടായി. അന്ന് ഈ സലാം വിവാദം നടക്കുന്ന കാലമാണ്. അന്ന് KV മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു മഹാനവറുകളോട് ഒരു ചോദ്യം ആ സ്റ്റേജിൽ ചോദിച്ചു, എഴുതി ചോദിച്ചു. സമസ്തയുടെ അഖ്ലാഖ് എന്ന പാഠപുസ്തകത്തിൽ കാണുന്ന ഈ സലാം വിഷയവുമായി ബന്ധപ്പെട്ട പാഠം അത് സമസ്ത തീരുമാനിച്ചുണ്ടാക്കിയത് തന്നെയാണോ അതോ എപിയുടെ സ്വന്തം വകയാണോ എന്ന്. അന്നതിന് KV മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞ മറുപടി എന്തായിരുന്നു? അന്ന് അദ്ദേഹം പറഞ്ഞു, അത് സമസ്ത തന്നെ തീരുമാനിച്ചതാ. സമസ്തയുടെ ആലിമീങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി തീരുമാനിച്ചെഴുതിയതാണ്. അത് എപിയുടെ സ്വന്തം വകയല്ല. എന്നിട്ട് അദ്ദേഹം അതൊന്നുകൂടി വിശദീകരിച്ചു. മുജാഹിദുകൾ നമ്മളെ സംബന്ധിച്ച് പറയുന്നത് നമ്മൾ മുശ്രിക്കുകളാകുന്നു എന്നാണ്. സുന്നികൾ മുശ്രിക്കുകളാകുന്നു എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. ഈ മുശ്രിക്കുകളായ നമുക്ക് അവർ സലാം ചൊല്ലിയാൽ നമ്മൾ മടക്കണം എന്നാണോ അവർ പറയുന്നത്? മുശ്രിക്കുകളായ നമുക്ക് അവർ സലാം ചൊല്ലിയാൽ നമ്മൾ മടക്കണം എന്നാണോ അവർ പറയുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട KV മുഹമ്മദ് മുസ്ലിയാർ എന്ന് ചോദിച്ചത്. ഞാൻ എന്തിനാ ഇത് അനുസ്മരിച്ചത്? അങ്ങനെ ഈ പാഠപുസ്തകം വന്നപ്പോൾ പല ഭാഗത്തു നിന്നും പല വിവാദങ്ങളും പല ചോദ്യങ്ങളും പല എതിർപ്പുകളും വന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ നേതാക്കൾ നേരിടുകയായിരുന്നു. ഞാൻ ഓർക്കുന്നു, അന്ന് കോട്ടക്കൽ നടന്നൊരു സമ്മേളനത്തിൽ ഇന്നത്തെ MLA-യും മുൻ MP-യുമായ അബ്ദുസമദ് സമദാനി, വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. അദ്ദേഹം ആ പഴയ ആശയത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നും ഞാൻ പറയുന്നില്ല. മാറിയിട്ടുണ്ടോ ഇല്ലേ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മുജാഹിദിന്റെ പ്രവർത്തകനായി, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനായി എന്നൊരൊറ്റ കാരണത്താൽ സ്വന്തം സഹോദരനെ കണ്ടാൽ മിണ്ടരുത്, സലാം പറയരുത്, മയ്യത്ത് നിസ്കരിക്കരുത് തുടങ്ങി എന്ന് പറയുന്ന ഈ ആശയം മുളയിലെ നുള്ളിക്കളയേണ്ടതാണ്. സമസ്തയുടെ ഈ ആശയം പഠിച്ചും നമ്മുടെ മക്കൾ വളർന്നാൽ നമ്മുടെ മക്കൾ പരസ്പരം കത്തിയെടുത്ത് കുത്തിച്ചാകും എന്ന് സമദാനി പ്രസംഗിച്ചത്. ഒരുപക്ഷേ അതിന്റെ ഓഡിയോ കാസറ്റ് ഇന്നും നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാകും. എന്റെ അടുത്തുണ്ടായിരുന്നു. ഇപ്പൊ അത് തെരഞ്ഞു നോക്കണുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. ബഹുമാനപ്പെട്ട കീലത്ത് മുഹമ്മദ് മാസ്റ്റർ അടുത്ത് അത് സൂക്ഷിപ്പുണ്ട് എന്ന് അടുത്ത ദിവസം അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. ഞാനിത് പറയുന്നൊരു പുതിയ വിവാദത്തിന് വേണ്ടിയല്ല. അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം സമസ്തയുടെ നിലപാടിനെതിരായിരുന്നു, സമസ്തയുടെ ആലിമീങ്ങൾക്കെതിരായിരുന്നു. അങ്ങനെ അദ്ദേഹം പ്രസംഗിച്ചു, സമസ്തയുടെ പാഠപുസ്തകം പഠിച്ചു വളർന്നാൽ നമ്മുടെ മക്കൾ പരസ്പരം കത്തിയെടുത്ത് കുത്തിച്ചാകും എന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അദ്ദേഹത്തിന്റെ സ്വന്തം മഹല്ല് ഈ ഇരിക്കുന്ന ഷറഫുദ്ദീൻ സഖാഫിയും ആ നാട്ടുകാരൻ തന്നെയാണ്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, അവിടെ 5 കുടുംബങ്ങളെ എപി സുന്നിയായതിന്റെ പേരിൽ ഊരുവിലക്കിയൊരു കാലമുണ്ടായിരുന്നു. 5 കുടുംബങ്ങളെ എപി സുന്നിയായതിന്റെ പേരിൽ ഊരുവിലക്കിയൊരു കാലമുണ്ടായിരുന്നു. അവിടെ ബഹുമാനപ്പെട്ട മുത്തുണ്ണിത്തങ്ങളുടെ കുടുംബമടക്കം ആ ഊരുവിലക്കിൽപ്പെട്ടവരായിരുന്നു. മരണപ്പെട്ടുപോയ മുത്തുണ്ണിത്തങ്ങൾ ആ തങ്ങളുടെ കുടുംബമടക്കം ഊരുവിലക്കിൽപ്പെട്ടവരായിരുന്നു. ആ ഊരുവിലക്ക് വന്നപ്പോൾ അതിനെതിരെ പ്രതികരിക്കാനും പ്രസംഗിക്കാനും ഞാൻ അവിടെ പോയിട്ടുണ്ട്.
ഞാനന്ന് നന്നായി പ്രസംഗിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അദ്ദേഹത്തിന്റെ ആ നാട്ടിൽ പള്ളിയിൽ വെച്ച് പരസ്പരം കത്തിക്കുത്തുണ്ടായി, രണ്ടാളുകൾ മരിച്ചു. ഏത് സിലബസിന്റെ കുഴപ്പമാണ്? ഏത് സിലബസിന്റെ തകരാറാണിത്? പിന്നീട് അദ്ദേഹത്തിന് തന്നെ സ്വന്തം വീട്ടിൽ വെച്ച് കുത്തുകൊണ്ടു. സിലബസിന്റെ കുഴപ്പമാണോ? ഞാനിപ്പോ പറയുന്നത് പഴയ സംഭവത്തെ ഓർക്കാൻ വേണ്ടിയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ പാഠപുസ്തകം പഠിച്ചാൽ നമ്മുടെ മക്കൾ പരസ്പരം കത്തിയെടുത്ത് കുത്തിച്ചാകുമെന്ന് പരസ്യമായി സമസ്തയെയും ആലിമീങ്ങളെയും വിമർശിച്ചതിന്റെ പേരിൽ പിൽക്കാലത്ത് സംഭവിച്ച ഒരു അവസ്ഥയാണിത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ബാക്കി എന്ത് നിങ്ങളതിനെപ്പറ്റി പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. ഞാൻ അദ്ദേഹത്തിന് കുത്തുകൊണ്ടതിൽ സന്തോഷിക്കുന്നയാളുമല്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിൽ വളരെ വേദനിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന ആളാണ് എന്നതോടുകൂടി തന്നെ പറയുന്നു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങളെ വിമർശിച്ചാൽ, സമസ്തയുടെ തീരുമാനങ്ങളെ വിമർശിച്ചാൽ, ഒരു പക്ഷേ അതിന്റെ ആഖിബത്ത് കുറെ കാലങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് സംഭവിക്കുക എന്ന് അറിയില്ല. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പിന്നീട് ഈ വിവാദം വിഷയങ്ങളായി വന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗിൽ പല ഭാഗങ്ങളിൽ നിന്നും ഈ പാഠത്തിനെതിരെ എതിർപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ പാഠം മാറ്റിക്കളയണം എന്ന് ചിലർ ആവശ്യപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്, പാഠം ഒറ്റയ്ക്ക് മാറ്റിയാൽ അതൊരു വിഷയമാണ്, ഒരു പ്രശ്നമാണ്, ഒരു വിവാദത്തിന് കാരണമാണ്. അതുകൊണ്ട് നമുക്ക് ആ പുസ്തകം തന്നെ അങ്ങ് മാറ്റിക്കളയാം. ആ പുസ്തകം തന്നെ അങ്ങ് മാറ്റിക്കളയാം. അപ്പോഴാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റാണ് മഹാനായ താജുൽ ഉലമ പറഞ്ഞു, അനുവദിക്കുകയില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം പഠിപ്പിക്കാനാണ് സമസ്തയുടെ പാഠപുസ്തകം. അതിൽ നിന്ന് ഈ ആശയം മാറ്റാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു, ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ട് എന്ന്. അപ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഭൂരിപക്ഷവും കൊണ്ട് നടന്നോ, ഞാൻ ഹക്കും കൊണ്ടുപോവുകയാണ്. ഇവിടെ ഞാനൊരു കാര്യം തീർത്തു പറയുന്നു. 73 സംഘത്തിൽ നിന്ന് 72 ഒരു ചേരിയായിട്ടാണ് നിലകൊള്ളുക. 73 സംഘത്തിൽ നിന്ന് 72 ഒരു ചേരിയായിട്ടാണ് നിലകൊള്ളുക. എന്നാൽ ഒരു ഭാഗത്ത് ഈ ത്വായിഫത്ത് അല്ലെങ്കിൽ ഈ അഹ്ലുസുന്നത്ത് അത് മാത്രമായി നിലനിൽക്കും. അങ്ങനെ നിലനിൽക്കണം എന്ന് തന്നെയല്ലേ ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാർ മുമ്പ് പറഞ്ഞിരുന്നത്? ആർക്കാണ് സംശയമുള്ളത്? തൊട്ടടുത്ത കുന്നും പുറത്ത് വെച്ച് ഇ കെയുടെ പ്രസംഗം നമ്മളൊക്കെ കേട്ടവരല്ലേ? അന്ന് ഇ കെ പറഞ്ഞതെന്താണ്? ഒരു ചായക്ക് ചുടുവെള്ളം വേണം, പഞ്ചസാര വേണം, ചായപ്പൊടി വേണം, പാല് വേണം. എടാ, ഇതിലൽപ്പം തീട്ടം കലർത്തിയാൽ എന്താകുമടാ, തീട്ടം വേറെയാക്കടാ എന്നായിരുന്നില്ലേ ബഹുമാനപ്പെട്ട ശംസുല്ലമയുടെ പ്രസംഗം? ഈ ഇരിക്കുന്ന കാരണവന്മാരുടെ കൂട്ടത്തിൽ പലരും അത് കേട്ടവരില്ലേ? ഒരു കാര്യം ഞാൻ പറയുന്നു, ബിദ്ഈ ആശയങ്ങളെ കൂട്ടുപിടിക്കുകയും ബിദ്ഈ പ്രസ്ഥാനക്കാർക്ക് സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുന്ന നിലപാട് ഇവിടെ വന്നപ്പോൾ ആ നിലപാടിനെതിരെ ശക്തമായി പൊരുതിയ ആളാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങളും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും MA ഉസ്താദും അടക്കമുള്ള പണ്ഡിതന്മാർ. നിങ്ങൾ മനസ്സിലാക്കുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60ാം വാർഷിക സമ്മേളന സ്മരണികയിൽ കാണാം, ബിദ്അത്തുകാർക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്ത സ്ഥലങ്ങളിൽ, അവർക്ക് യാതൊരു പിടുത്തവും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബിദ്ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അവർക്ക് കടന്നുവരാനും അവസരമുണ്ടായത് രാഷ്ട്രീയത്തിന്റെ മറവിലൂടെയായിരുന്നു എന്ന്. രാഷ്ട്രീയത്തിന്റെ മറവിലൂടെയായിരുന്നു അവർക്ക് കടന്നുവരാൻ കഴിഞ്ഞത്. കടന്നുവന്നു എന്ന് മാത്രമല്ല, കോഴിക്കോട് മൊഹിയുദ്ദീൻ പള്ളി, പട്ടാളപ്പള്ളി, ഷാദുലിപ്പള്ളി അടക്കം കോഴിക്കോട് നഗരത്തിലെ 12ഓളം പ്രധാനപ്പെട്ട പള്ളികൾ അവർ പിടിച്ചടക്കിക്കൊണ്ടുപോയതും ഈ ദുസ്വാധീനം കൊണ്ടായിരുന്നില്ലേ? ചരിത്രം അതല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്?
നിങ്ങൾ മനസ്സിലാക്കണം, എത്രമാത്രം വേദനാജനകമായ സംഭവങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. എത്രമാത്രം വേദനാജനകമായ സംഭവങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. എടവണ്ണയിലെ സുന്നി പള്ളി, ഖബർസ്ഥാനി അടക്കം അവിടത്തെ പള്ളി മുഴുവനും വഹാബികൾ പിടച്ചടക്കിക്കൊണ്ടുപോയില്ലേ? പുളിക്കലിലെ സുന്നി പള്ളിയും അതിന്റെ ഖബർസ്ഥാനി അടക്കം ഒരു പിടിച്ചടക്കിക്കൊണ്ടുപോയില്ലേ? എന്തിനേറെ പറയണം, ഒരു കാലത്ത് ഒതായി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സുന്നികൾക്ക് കടന്നു ചെല്ലാൻ പോലും പറ്റുമായിരുന്നില്ല. ഒരു സുന്നി മുസ്ലിയാർക്ക് അവിടെ റോട്ടിലിറങ്ങി നടക്കാൻ പറ്റുമായിരുന്നില്ല. എന്റെ ചെറുപ്പത്തിൽ അവിടെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു ഓർക്കുന്നുണ്ട്. ഒരു സുന്നി സമ്മേളനം, ഒതായിലൊരു സുന്നി സമ്മേളനം. ആ സമ്മേളനത്തിന് വേണ്ടി സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരങ്ങോട്ട് പോകാനൊരുങ്ങുമ്പോൾ അവിടെ നിന്നൊരാൾ ആക്രോശിച്ചിട്ട് പറഞ്ഞു, അവര് സമ്മേളനം നടത്താൻ വരികയാണെങ്കിൽ കൂടെ ആംബുലൻസും കൂടി കൊണ്ടുവന്നോട്ടെ, ആംബുലൻസും കൂടി കൂടെ കൊണ്ടുവന്നോട്ടെ എന്നായിരുന്നു അവിടെ നിന്നുള്ള ആക്രോശം. അങ്ങനെ ഒരു കാലം ഇവിടെ കഴിഞ്ഞുപോയി. എന്നിട്ട് അവിടെ സുന്നി സമ്മേളനം നടത്താൻ സാധിച്ചില്ല. പോലീസ് ഇടപെട്ട് പ്രശ്നമാക്കി നിർത്തിവെപ്പിച്ചു. അവസാനം അതിന് പകരമായി അരീക്കോട് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് സമ്മേളനം നടത്തി പിരിയേണ്ടി വന്നില്ലേ ഒരു കാലത്ത്? നിങ്ങൾ മനസ്സിലാക്കണം, അരീക്കോട് ബസ് സ്റ്റാൻഡിൽ സമ്മേളനം നടത്തി പിരിയേണ്ടി വന്നു. എന്നാൽ ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ എടവണ്ണയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പള്ളി, സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസാചാരപ്രകാരം നടക്കുന്ന ജുമുഅത്ത് പള്ളി സ്ഥാപിതമായിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ വദായിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ പോയി പള്ളിയുടെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, അവിടെ വഹാബി ആശയങ്ങളെ ശക്തമായി വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാന്യനായ പേരോട് ഉസ്താദ് അടക്കം, ബഹുമാനപ്പെട്ട പൊന്മുൾ ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾ ചെന്ന് നന്നായി പ്രസംഗിക്കുകയും സമ്മേളനം നടത്തുകയും ചെയ്തിരിക്കുന്നു. പഴയ കാലങ്ങളിൽ സുന്നികളുടെ സംഘടിത ശക്തിയുടെ കുറവും അവരുടെ ദൗർബല്യവും മുതലെടുത്തുകൊണ്ട് സുന്നത്തി ജമാഅത്തിന്റെ സ്ഥാപനങ്ങളും മറ്റും കയ്യേറിയവരായിരുന്നു വഹാബികൾ. അതിന് പലരും ഒത്താശകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇനി അത് നടപ്പില്ല എന്ന് തന്നെയാണ് ഈ പ്രസ്ഥാനം പറയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ ആദർശങ്ങളെ നന്നായി പറയാനും പ്രചരിപ്പിക്കാനും ഈ ഒരു വിഭാഗമേ ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ളവരൊക്കെ എന്തെങ്കിലും വിഷയം വരുമ്പോ അഡ്ജസ്റ്റ്മെന്റ്, പഞ്ചായത്ത്, എന്തെല്ലാം പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട്. പാലപ്പറ്റയുടെ പള്ളിയുടെ കാര്യത്തിൽ പഞ്ചായത്ത് പറഞ്ഞില്ലേ ഒരു നേതാവ്? സുന്നികളുടെ പള്ളി ഉള്ളാൾ ദർഗാ ഷരീഫിൽ നിന്ന് അടക്കം കിട്ടിയ സഹായം കൊണ്ടുണ്ടാക്കിയ പള്ളി, ആ പള്ളിയിൽ ജുമാ നടക്കുന്ന സമയത്ത് വഹാബികൾ വന്ന് കല്ലെറിഞ്ഞ് പള്ളിയുടെ ഓട് പൊട്ടി ഖത്തീബിന്റെ തലയിൽ വീണ് ജുമാ നിസ്കാരം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലെത്തിയിട്ട് പള്ളി പോലീസ് വന്ന് പൂട്ടി 2 വർഷക്കാലം പള്ളി പൂട്ടിക്കിടന്നപ്പോ ഒരു കൂട്ടർ വന്നിട്ട് മദ്യം പറഞ്ഞതെന്താണെന്നറിയോ നിങ്ങൾ? മുജാഹിദിന് പള്ളി അങ്ങ് കൊടുക്കാം, സുന്നികൾക്ക് മദ്രസയും കൊടുക്കാം. പള്ളി മുജാഹിദിന് കൊടുക്കാം, മദ്രസ സുന്നികൾക്ക് കൊടുക്കാം. മദ്രസന്റെ കാര്യത്തിൽ അവിടെ തർക്കവും പ്രശ്നമൊന്നുമില്ല, പള്ളിയുടെ കാര്യത്തിലെ വിഷയമുള്ളൂ. എന്നിട്ട് പള്ളി മുജാഹിദിന് കൊടുക്കാം, മദ്രസ സുന്നികൾക്കാക്കാമെന്ന് മദ്യം പറയാൻ ആളുണ്ടായി. പക്ഷേ അന്ന് SSFകാർ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്, പാലപ്പറ്റ പള്ളി തുറക്കാൻ രക്തം വേണോ രക്തം നൽകാം, ജീവൻ വേണോ ജീവൻ നൽകാം. ആ പ്രഖ്യാപനത്തിലൂടെയാണ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പാലപ്പറ്റ പള്ളി സുന്നികൾക്ക് തുറന്നു കിട്ടിയത്. ഞാൻ എന്തിനു അനുസ്മരിക്കുന്നു? കോഴിക്കോട് നഗരത്തിൽ സുന്നികളുടെ പള്ളികൾ മുഴുവനും വഹാബികൾ പിടിച്ചടക്കിക്കൊണ്ടുപോയപ്പോൾ സുന്നികൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി ഇല്ലാതെയായി പോയില്ലേ? പുഴവക്കത്തെ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയെ മാത്രം ആശ്രയിക്കേണ്ട ഗതി വന്നു. സുന്നികൾക്ക് അവിടെ മാത്രമേ ഒരു സഹിയായ ജുമുഅ കിട്ടിയിരുന്നുള്ളൂ. ബഹുമാനപ്പെട്ട AP ഉസ്താദ് തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മുഹിയുദ്ദീൻ പള്ളിയിൽ നിസ്കരിക്കാൻ ചെന്നാൽ മുജാഹിദിന്റെ ജമാഅത്ത് കഴിഞ്ഞിട്ട് അവരുടെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ പോയി ഏതെങ്കിലും തൂണിന്റെ മറവിൽ നിന്ന് നിസ്കാരം തുടങ്ങിയാൽ ആരെങ്കിലും വന്ന് പിന്നിൽ തുടർന്നാൽ നിസ്കാരം കഴിഞ്ഞിരുന്ന് ഒരു കൂട്ടുപ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അവിടെ വഹാബികൾ വന്ന് ചീത്ത പറയുന്നു. ഒരു കാലഘട്ടം അങ്ങനെ കഴിഞ്ഞുപോയില്ലേ? ആ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവർകൾ കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഏകദേശം 30ഓളം പള്ളികൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നു. ഇനി അതിലും വലിയ പള്ളി വരുമോ എന്ന ഒരു പേടി മാത്രമല്ലേ ശത്രുക്കൾക്കുള്ളൂ?
ആ ഒരു ബേജാറല്ലേ പലപ്പോഴും പലരും പ്രകടിപ്പിക്കുന്നത്. അറസ്റ്റ് ചെയ്യണം, പിടിച്ചുകൊണ്ടുപോകണം, ജയിലിൽ വെക്കണം. ആ പൂതി നടക്കുകയില്ല എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുക. അങ്ങനെ ആരും അങ്ങനെ ഒരു പൂതി വെച്ച് വരണ്ട. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ട്രൗസറുമൽ നിർത്തുമെന്നൊക്കെ പ്രസംഗിച്ച ആളുകളുണ്ടായിരുന്നു. അവർ ട്രൗസർ ഊരിപ്പോയിട്ട് കാലം എത്രയായി കൂട്ടരെ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. എന്നിട്ട് ഇപ്പോ ഒരു പറയാണ് കാന്തപുരത്തെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള ഗുരുതരമായ പ്രശ്നമുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ നിയമം ആരെയും അറസ്റ്റ് ചെയ്യും. അതാരെയാണെങ്കിലും അറസ്റ്റ് ചെയ്യും. പ്രധാനമന്ത്രിമാരെ പോലും അറസ്റ്റ് ചെയ്യാൻ നിയമമുള്ള ഒരു രാജ്യത്ത് കാന്തപുരം മാത്രം ഇവിടെ വെറുതെ ഇരിക്കൂല. പക്ഷേ ഗുരുതരമായ തെറ്റുണ്ടെന്ന് ബോധ്യപ്പെടുമ്പോഴേ സത്യത്തിൽ അതിന് ഗവൺമെന്റ് മുതിരുകയുള്ളൂ, നിയമം മുതിരുകയുള്ളൂ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെലച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് ജഹന്നമിലെ അട്ടഹാസം മാത്രമാകുന്നു എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ജനങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു വലിയ പള്ളി, ഒന്നല്ലെങ്കിൽ ഒരുപക്ഷെ അതിലധികം പള്ളികൾ നിർമ്മിക്കണമെന്ന താൽപര്യത്തിലാണുള്ളത്. ഒരു പള്ളിയുടെ കാര്യമല്ലേ നിങ്ങളെടുത്തുകൊള്ളൂ. എന്റെ അടുത്ത് 2 പള്ളിയെക്കുറിച്ചുള്ള അറിവുണ്ട്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നിർമ്മിക്കാൻ പോകുന്ന 2 പള്ളികളെക്കുറിച്ച് എനിക്കറിവുണ്ട്. നിങ്ങളടുത്തൊക്കെ ഒരു പള്ളിയെക്കുറിച്ചുള്ള അറിവേ ഉണ്ടാവുള്ളൂ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കോഴിക്കോട് നഗരത്തിലും ഇൻഷാ അല്ലാഹ് മറ്റ് കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി വേണമെന്നത് ഉസ്താദിന്റെ ആഗ്രഹമാണ്. അല്ലാഹു നടപ്പിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാനിതെന്തിന് പറയുന്നു? ഒരു കാലത്ത് സുന്നികളെ പള്ളികൾ മുഴുവനും പിടിച്ചടക്കി സ്വന്തമാക്കി വെച്ച വഹാബികളും ജമാഅത്തുകാരും അതുപോലെ അവരെ താങ്ങുന്നവരും സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസികൾക്ക് നിസ്കരിക്കാൻ കാന്തപുരം ഒരു പള്ളിയുണ്ടാക്കാൻ ഒരുങ്ങുമ്പോ അത് ചൂഷണമാണ് എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ജമാഅത്തിന്റെ സംഘടിത ശക്തിയുള്ള കാലമാണ്, പഴയ കാലമല്ല എന്ന് ഞങ്ങൾ തീർത്തു പറയുകയാണ്. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ വഹാബിസവും മൗദൂദിസവും മറ്റ് എല്ലാ ഇസങ്ങളും കടന്നു വന്ന് മുസ്ലിമീങ്ങളെ ഛിന്ന ഭിന്നമാക്കി. ഖബർസ്ഥാനുകളിൽ പോലും അടിയും പിടിയുമാക്കി, പള്ളികളിൽ വരെ കുഴപ്പങ്ങളാക്കി. ഇതൊന്നും ആരും കാണുന്നില്ല. ഇപ്പോൾ മുജാഹിദുകൾ തന്നെ ചേരിതിരിഞ്ഞ് വിവിധ ഗ്രൂപ്പുകളായി 8-10 ഗ്രൂപ്പുകളായി തമ്മിൽ തല്ലുകയാണ്. ഇപ്പൊ ഒരു നേതാവ് പറയുന്നു സംഘടന തന്നെ വിദ്അത്താണ്. സംഘടന തന്നെ വിദ്അത്താണ്. സക്കരിയ സ്വലാഹിയുടെ പുതിയ വാദം അതാണ്. സംഘടന തന്നെ വിദ്അത്താണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് അമീറേ ഉണ്ടായിരുന്നുള്ളൂ, കമ്മിറ്റി ഉണ്ടായിരുന്നില്ല, കമ്മിറ്റി വിദ്അത്താണ്. ചുരുക്കി പറഞ്ഞാൽ മുജാഹിദുകൾ ഗ്രൂപ്പുകൾ തിരിഞ്ഞ് തമ്മിൽ തല്ലുകയാണ്. ഒരു കൂട്ടർ എടരിക്കോട് കൂടിയിരിക്കുന്നു, ഇനി വേറൊരു കൂട്ടർ വേറെ എവിടെയാ കൂടുന്നു, പലയിടങ്ങളിലും കൂടുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഛിന്ന ഭിന്നമായി കക്ഷികളും ഗ്രൂപ്പുകളുമായി മാറിയ ഈ വിഭാഗത്തിന്റെ പിന്നാലെ ഇപ്പോഴും എന്തിനാണ് ഉത്തരവാദപ്പെട്ട ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഉത്തരവാദപ്പെട്ട ആളുകൾ ഇവർക്ക് പിന്തുണയുമായി പോയിക്കൊണ്ടിരിക്കുന്നത്? വഖഫ് ബോർഡിന്റെ തെരഞ്ഞെടുപ്പും മറ്റും ഇവിടെ നടക്കുന്നു. ഒരു കാര്യം ഞങ്ങൾ പറയുകയാണ്, വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ആർക്കാണോ കൂടുതൽ വോട്ട് ലഭിച്ചതെങ്കിൽ അവർ വിജയിച്ചോട്ടെ, ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ നോമിനേഷൻ വരുമ്പോൾ ആ നോമിനേഷൻ ഇവിടത്തെ ഗ്രൂപ്പുകൾ എണ്ണം വെച്ച് വീതം വെച്ച് മുജാഹിദിന്റെ 8 ഗ്രൂപ്പിനും 8 പ്രതിനിധി എന്ന നിലക്ക് ഗ്രൂപ്പിനനുസരിച്ച് വീതം വെക്കാനുള്ള നിലപാടുണ്ടെങ്കിൽ തീർച്ചയായും ആ നീക്കം ഞങ്ങൾ കണ്ടറിയുക തന്നെ ചെയ്യുമെന്ന് സാന്ദർഭികമായി ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മുജാഹിദിന് വേണമെങ്കിൽ 1000-ആയി പിളരാം. പക്ഷേ 1000-ആയി പിളരുമ്പോൾ 1000 മെമ്പർ വഖഫ് ബോർഡിലും ഹജ്ജ് കമ്മിറ്റിയിൽ എടുക്കാൻ പറ്റുമോ? ഇവിടെ യഥാർത്ഥത്തിൽ വിദ്അത്തുകാർ പിളർന്ന് പാളീസാകുമ്പോഴും ഉത്തരവാദപ്പെട്ട ആളുകൾ അതിന്റെ പിന്നാലെ പോവുകയാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ വഫാത്തായി. മഹാനവറുകളെ ഖബർ അല്ലാഹു സന്തോഷമാക്കട്ടെ, സ്വർഗ്ഗപൂങ്കാവനമാക്കട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ പറഞ്ഞത്, ഹക്കിന്റെ മേൽ ഞാൻ ഒറ്റക്കാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനുണ്ടാകും. വലൗ വഹദി, ഞാൻ ഒറ്റക്കാണെങ്കിലും അതിനുണ്ടാകുമെന്നല്ലേ അവിടെ നിന്ന് പറഞ്ഞത്? ധർമ്മപുരി സമ്മേളനത്തിൽ തങ്ങളുടെ പ്രസംഗം നമ്മൾ കേട്ടതല്ലേ? പിന്നീട് മർക്കസിന്റെ സമ്മേളനത്തിൽ തങ്ങൾ പറഞ്ഞു, ഞാൻ നിൽക്കുന്ന ഈ പ്രസ്ഥാനം ഹക്കാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്ത അലൽ ഹഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹക്കായ പ്രസ്ഥാനത്തിൽ നിന്ന്
ഞാൻ വഴിമാറിപ്പോകുന്നത് കണ്ടാൽ എനിക്ക് പിഴച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വിധിക്കണം. നിങ്ങൾ എന്റെ കൂടെ പോരണമെന്നല്ല അന്ന് തങ്ങൾ പറഞ്ഞത്. ഹക്കിനോടുള്ള കടപ്പാട് അതാണ്. ഹക്കിനോടുള്ള കടപ്പാട് അതാണ്. എന്റെ കൂടെ പോരണമെന്നല്ല പറഞ്ഞത്, മറിച്ച് ഞാൻ വഴിമാറിപ്പോകുന്നത് കണ്ടാൽ നിങ്ങൾ എനിക്ക് പിഴച്ചിരിക്കുന്നു എന്ന് കരുതണം എന്നാണ് തങ്ങൾ പറഞ്ഞത്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ അല്ലാഹു തആല വളരെ സബാത്തോടുകൂടി ദീർഘായുസ്സോടുകൂടി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നിലനിർത്തുകയും ഒരുപാട് അനുഗ്രഹങ്ങൾ സയ്യിദ് മുഖേന നമുക്ക് ലഭിക്കുകയും ചെയ്തു. അവിടുത്തെ ദീർഘായുസ് തന്നെ വലിയ അനുഗ്രഹമായിരുന്നു. അവിടുത്തെ ദീർഘായുസ് തന്നെ വലിയ അനുഗ്രഹമായിരുന്നു. 93-ാമത്തെ വയസ്സിലും അവിടുന്ന് സ്റ്റേജുകളിൽ നിറസാന്നിധ്യമായില്ലേ? കഴിഞ്ഞ വർഷവും റമദാനിൽ 27-ാം രാവിൽ ബഹുമാനപ്പെട്ടവര് മലപ്പുറം സലാത്തിൽ മഅദിന്റെ സലാത്തിന്റെ മജ്ലിസിൽ വന്ന് നമുക്ക് ദുആ ചെയ്തു പോയില്ലേ? കഴിഞ്ഞ വർഷവും മർക്കസിന്റെ സമ്മേളനത്തിൽ മഹാനവറുകൾ പങ്കെടുത്തില്ലേ? അവിടുന്ന് തങ്ങളൊരു കാര്യം പറഞ്ഞു, ഇനി നിങ്ങൾ എന്റെ ദീർഘായുസിന് വേണ്ടി ദ്വാരക്കണ്ട, നിങ്ങൾ എന്റെ ദീർഘായുസിന് വേണ്ടി ദ്വാരക്കണ്ട, എനിക്ക് ഖൽബ് ലംഘി മരിക്കണം, അതിന് ദുആ ചെയ്താൽ മതി. വഫാത്തിന്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങൾ പൂർണ്ണമായും അല്ലാഹുവിലേക്ക് ലയിച്ചുകൊണ്ട് പൊതുജനങ്ങളുമായി ആരുമായും ബന്ധപ്പെടാതെ ഇബാദത്തിലും ദിക്റിലും മാത്രമായി കഴിഞ്ഞുകൂടുകയും 1-2 തവണ പുറത്തുനിന്ന് സംസം വെള്ളം ചോദിച്ചു വാങ്ങിക്കുടിക്കുകയും ചെയ്തതല്ലാതെ മറ്റൊരു ഭക്ഷണവും പോലും കഴിക്കാതെ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങൾ അല്ലാഹുവിൽ ലയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത്. അല്ലാഹുവേ, അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കണേ അല്ലാ. എന്നാൽ താജുൽ ഉലമയുടെ വഫാത്തിന്റെ ശേഷവും അദ്ദേഹത്തെ ചീത്ത പറയുന്ന ആളുകളുണ്ട്. നഊദു ബില്ലാഹ്. ചില ആളുകളുടെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ആ പഴയത് ഇപ്പോഴും ഇനി ഓർമ്മ വരികയാണ്. പണ്ട് കോട്ടക്കൽ വെച്ച് ഒരാളൊരു ആട്ടിലാട്ടിയത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? താജുൽ ഉലമയോട് താടി വടിക്കാൻ പോകാൻ പറഞ്ഞൊരു മനുഷ്യൻ ഓർമ്മണ്ട? താജുൽ ഉലമയോട് ബാർബർ ഷോപ്പിൽ പോയി താടി വടിച്ചു കൊടുക്കാൻ പോകാൻ പറഞ്ഞു. ഇത് കേട്ടാൽ നമുക്ക് പൊറുക്കാൻ കഴിയോ? സഹിക്കാൻ കഴിയോ? സഹിക്കണമെന്നും പൊറുക്കണമെന്നും എല്ലാവരും പറയും, പക്ഷേ നമ്മളെ കൊണ്ട് കഴിയൂല. അതൊരു സത്യമാണ്. പിന്നെ നമ്മളൊക്കെ എത്രത്തോളം ഇപ്പോൾ ക്ഷമിക്കണതും സഹിക്കണതും ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ വിചാരിച്ചിട്ട് മാത്രമാണ്. ഞാൻ ഓർക്കുന്നു, അന്ന് കോട്ടക്കൽ വെച്ച് ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു. അദ്ദേഹം താടി വടിക്കാൻ പറഞ്ഞ ആ വ്യക്തിയോടൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. മഹാനായ താജുൽ ഉലമയെ തൊട്ട് കളിച്ചാൽ വരാൻ പോകുന്ന ഭാവി എന്തായിരിക്കുമെന്ന് കണ്ടറിയണം. എന്തേ സംഭവിച്ചത്? ആ മനുഷ്യന്റെ മയ്യത്ത് നേരത്തെ നിസ്കരിക്കുമെന്ന് പറഞ്ഞതിനേക്കാൾ വളരെ നേരത്തെ കൊണ്ടുപോയി മയ്യത്ത് നിസ്കരിച്ച് മറമാടിയതായി പിന്നെ നമ്മൾ കേട്ടത്. അതിന്റെ സംഭവം എന്തായിരുന്നു ഞാൻ പറയുന്നില്ല. താജുൽ ഉലമയോട് കളിച്ചത് അങ്ങനെയാ സംഭവിച്ചത്. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ, എല്ലാവർക്കും അല്ല പുറത്തു കൊടുക്കട്ടെ. ഞാനതിലേക്ക് കൂടുതൽ കടന്നു പറയുന്നില്ല. എന്നിട്ടിപ്പോ താജുൽ ഉലമയുടെ വഫാത്തിന് ശേഷവും ബഹുമാനപ്പെട്ട തങ്ങളെ കുതിര കയറുന്ന സ്വഭാവവുമായി ചിലർ നടക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ നമുക്ക് ധീരമായ നേതൃത്വം തന്നു. ബഹുമാനപ്പെട്ട AP ഉസ്താദ്, MA ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെ ധൈര്യം പകർന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളായിരുന്നു. തങ്ങളവരുടെ ദീർഘായുസ് നമുക്ക് അനുഗ്രഹമായിരുന്നു, അൽഹംദുലില്ലാ. എന്നാൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ വഫാത്തിന് ശേഷം മഹാനായ MA ഉസ്താദ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റാകാൻ എന്തുകൊണ്ടും അർഹതയും യോഗ്യതയുമുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദ്. 951 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുമ്പോൾ ആ വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിൽ പങ്കെടുത്തയാളാണ്. എന്നല്ല, വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കുന്നത് തന്നെ ബഹുമാനപ്പെട്ട MA ഉസ്താദിന്റെ കത്ത് പരിഗണിച്ചുകൊണ്ടാണ്. 954 SYS രൂപീകരിക്കുമ്പോൾ യോഗത്തിൽ പങ്കെടുത്തയാളാണ്. ഞാനൊരിക്കൽ കാസർഗോഡ് ചെന്നപ്പോൾ ഉസ്താദിനെ കണ്ടപ്പോൾ ഉസ്താദിനോട് ചോദിച്ചു, SYSന്റെ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തവരാരെങ്കിലും ഇനി ബാക്കിയുണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ? ഞാൻ പറഞ്ഞു, ഉസ്താദ് മാത്രമുണ്ട്, വേറെ ആരുള്ളതായിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു, KM മാത്തോട്ടവും ഉണ്ടായിരുന്നു, അദ്ദേഹവും മരണപ്പെട്ടുപോയി.
1954 SYS-ന്റെ രൂപീകരണത്തിൽ പങ്കെടുത്ത മഹാൻ, SYS ദീർഘകാലം നേതൃത്വം കൊടുത്ത മഹാൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട MA ഉസ്താദ് നൂറുൽ ഉലമ ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ അധ്യക്ഷനായി വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കരുത്തും നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. പ്രായം കൂടുതലായിട്ടുണ്ടെങ്കിലും ബുദ്ധിക്കൊരു കുറവുമില്ല, ഓർമ്മക്കൊരു കുറവുമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ പത്രക്കാരും ചാനലുകാരും ഒക്കെ വന്നിട്ട് അഭിമുഖത്തിന് വേണ്ടി വന്നു. ബഹുമാനപ്പെട്ട MA ഉസ്താദ് കൃത്യമായി അളന്നു മുറിച്ച വാക്കുകളിൽ അവരോട് സംസാരിച്ചു എന്ന് മാത്രമല്ല, ഒരു പത്രക്കാരൻ ചോദിച്ചു, അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നിലപാടെന്തായിരിക്കും എന്ന്. അപ്പൊ AP ഉസ്താദ് അതിനെന്തോ മറുപടി പറയാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുമ്പോഴേക്ക് MA ഉസ്താദ് പെട്ടെന്ന് ചാടി വീണിട്ട് പറഞ്ഞു, ഇലക്ഷൻ പ്രഖ്യാപിക്കട്ടെ, സ്ഥാനാർത്ഥി നിർണയം കഴിയട്ടെ, അപ്പോൾ പറയാം. ഇന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒരു പ്രസ്താവന പത്രത്തിലുണ്ട്, സിറാജിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ മാറ്റി നിർത്തി ഐക്യത്തിനാവാമെന്നാണ് ചില ആളുകൾ പറയുന്നത്, അല്ലേ? അവർക്കെന്നും തലവേദനയും പ്രശ്നവും AP ഉസ്താദ് തന്നെയാണല്ലോ. 983 തുടങ്ങിയതാണെന്ന് അസൂയ. അപ്പൊ അതുകൊണ്ട് തന്നെ AP ഉസ്താദിനെ മാറ്റിവെച്ചെങ്കിലേ അവർ ഐക്യത്തിന് തയ്യാറാവൂന്നാണ് അവരുടെ വാദം. എന്നാൽ ബഹുമാനപ്പെട്ട MA ഉസ്താദ് ഇന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, കുത്തുവാക്കുകളും ഉപാധികളും ഐക്യത്തിന്റെ മാർഗമല്ല. പണ്ഡിതന്മാരൊന്നിച്ച് ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ഉപാധികളില്ലാതെ ഒരുമിച്ച് കൂടാൻ തയ്യാറുണ്ടോ? ഉപാധികളില്ലാതെ ഒരു മേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടാൻ തയ്യാറുണ്ടോ? MA ഉസ്താദ് ചോദിച്ചിരിക്കുകയാണ്. ഇനി മധ്യസ്ഥന്മാരെ വേണമെങ്കിൽ മധ്യസ്ഥന്മാരെ വെക്കാം, നിരുപാധികം ഒരുമിച്ചുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? എന്റെ വക ഞാൻ കൂട്ടി പറയുന്നു, അത് ലൈവായിട്ട് ജനങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ കൂടി തയ്യാറുണ്ടോ? അതിന്റെ വകയാണ് കേട്ടോ, സമസ്തന്റെ ഔദ്യോഗിക നിലപാടോ നയമായിട്ടല്ല, ഇതെന്റെ വക പറഞ്ഞത്. കാരണം അങ്ങനെ വന്നാൽ ആളുകൾക്ക് വ്യക്തമാകും, ജനങ്ങൾക്ക് മനസ്സിലാകും ആരാണ് പ്രശ്നക്കാർ, ആരാണ് കുഴപ്പക്കാർ, എന്താ അവിടുത്തെ വിഷയം, എന്താ തകരാറ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. ഞാൻ നിർത്തുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽമയ്ക്ക് നേതൃത്വം വഹിച്ച മഹാനായ താജുൽ ഉലമ 6 പതിറ്റാണ്ട് കാലം സമസ്തയുടെ നേതൃനിരയിൽ നിലകൊള്ളാൻ അവിടത്തേക്ക് സാധിച്ചു. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. മഹാനവറുകൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഹക്കിന്റെ കാര്യത്തിൽ ആരെയും പേടിക്കൂല. ഒരു പണക്കാരനെയും പേടിക്കൂല, ഒരു പ്രമാണിയെയും പേടിക്കൂല, ഒരു രാജാവിനെയും പേടിക്കൂല, ഒരു ഭരണാധികാരിയെയും പേടിക്കൂല. ഹക്ക് തുറന്നു പറയുന്ന കാര്യത്തിൽ ആരെയും പേടിക്കൂല. അത് ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ ഏറ്റവും വലിയ അടയാളമാണെങ്കിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ധീരമായി അത് ആ വിഷയത്തിൽ നമുക്ക് നേതൃത്വം കാണിച്ചു തന്നിട്ടുണ്ട്, മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ വലിയൊരു പണ്ഡിതനും അതോടൊപ്പം വലിയ സയ്യിദുമായിരുന്നു. ഇരട്ട ഭാഗ്യമാണ്. പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരല്ലെങ്കിൽ തന്നെ ഭാഗ്യവാന്മാരാണ്. സയ്യിദായാൽ അതിനേക്കാൾ ഭാഗ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാവുക എന്നത്, അഹ്ലുൽ ബൈത്തിൽ പെടുക എന്നത്, അത് ഒരാൾ പരിശ്രമിച്ചിട്ട് കിട്ടുന്ന കാര്യമല്ലല്ലോ, ഒരാൾ അധ്വാനിച്ചുണ്ടാക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യത്തിൽ, ആ തലമുറയിൽ, ആ കുടുംബ പാരമ്പര്യത്തിൽ വന്നവർക്കല്ലേ, ജനിച്ചവർക്കല്ലേ അതിന് സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നിശ്ചയം അഹ്ലുൽ ബൈത്തിനെ സംബന്ധിച്ച് ഇന്നമാ യുരീദുല്ലാഹു അൻ യുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറക്കും തത്ഹീറാ. അഹ്ലുൽ ബൈത്തിനെ നല്ലപോലെ ശുദ്ധീകരിക്കാനും അതേപോലെ എല്ലാ മാലിന്യങ്ങളും എല്ലാ മോശങ്ങളും അവരെ തൊട്ട് നീക്കിക്കളയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നു. ആ മഹാന്മാരായ അഹ്ലുൽ ബൈത്ത്, ബഹുമാനപ്പെട്ട മുഹമ്മദ് ജമലുല്ലൈലി തങ്ങൾ ഇവിടെ വഫാത്തായി കിടക്കുന്നു. അമ്പറം ഖുതുബുസ്സമാൻ തങ്ങൾ ഇവിടെ അടുത്ത് വഫാത്തായി കിടക്കുന്നു. അങ്ങനെയുള്ള മഹാന്മാരായ അഹ്ലുൽ ബൈത്ത്, ആ അഹ്ലുൽ ബൈത്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് പാത്രീഭൂതരാ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയാണ്. ആ കുടുംബ പരമ്പരയെ സംബന്ധിച്ചോളത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അഹ്ലുൽ ബൈത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അഹ്ലുൽ ബൈത്താണ് എന്നറിഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. ബിദ്അത്തുകാർ ആ കൂട്ടത്തിൽ ഉണ്ടാവാൻ പാടില്ല.
ഒരൊറ്റ തങ്ങളും വിദഗ്ധകാരനാവാൻ പാടില്ല. ഒരു തങ്ങൾ വിദഗ്ധകാരനാവുക എന്ന് പറയുന്നത് അള്ളാഹും റസൂലും ഒരിക്കലും തൃപ്തിപ്പെടൂല, ഒരിക്കലും പൊരുത്തപ്പെടൂല. വിദഗ്ധ ദലാലത്താണ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും തങ്ങന്മാര് വിദഗ്ധത്തിലേക്ക് പോയാൽ അള്ളാഹു റസൂൽ ഇഷ്ടപ്പെടുക? അതുകൊണ്ട് തങ്ങന്മാര് വിദഗ്ധത്തിലേക്ക് പോകാൻ പാടില്ല. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു തങ്ങളിൽ നിന്ന് ജീവിതത്തിൽ എന്തെങ്കിലും മറ്റു മോശങ്ങൾ, വ്യക്തിപരമായ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ സംഭവിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മാപ്പാക്കി കൊടുക്കാൻ എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണത്. അതുകൊണ്ട് അവരെയും നമ്മളെയും ഒരുപോലെ നമ്മൾ കണക്കാക്കാനോ അളക്കാനോ പാടില്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ സയ്യിദായതോടൊപ്പം അവിടുന്ന് വലിയ ആലിമുമായി, ആലിമീങ്ങളുടെ താജി എന്ന പേരിൽ അറിയപ്പെട്ടു. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് അള്ളാഹു കൊടുത്ത ബഹുമതിയും ആദരവും നിങ്ങൾ കണ്ടില്ലേ? അവിടുത്തെ വഫാത്തിന്റെ ദിവസം ലക്ഷക്കണക്കിന് ആളുകളാണ് എട്ടിക്കുളത്തേക്ക് ഒഴുകിയെത്തിയത്. ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട പൊന്മുൾ ഉസ്താദ് ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളുടെ അംഗീകാരം, അത് തന്നെയല്ലേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം. അത് ഏതെങ്കിലും ആളുകളേതല്ല, ഈമാനുള്ള, നല്ല ഈമാനുള്ള ശരിയായ സുന്നികളുടെ അംഗീകാരം. ശരിയായ സുന്നികളുടെ അംഗീകാരമാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾക്ക് ലഭിച്ചത്. ഭൂലോകത്ത് ജനങ്ങൾ ഈ രൂപത്തിൽ ഇഷ്ടപ്പെടുമ്പോൾ, ഈ രൂപത്തിൽ അംഗീകരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രത്യേകമായ അംഗീകാരം ലഭിക്കുന്നു. അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അംഗീകാരം ഉണ്ടാകുമ്പോഴാണ് ജനങ്ങൾക്ക് ഈ അംഗീകാരം ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണമെങ്കിൽ സയ്യിദന്മാരും വേണം, ആലിമീങ്ങളും വേണം, ഹക്ക് തുറന്നു പറയാൻ മടിയില്ലാത്ത ആളുകൾ വേണം, ആരെയും ഭയപ്പെടാത്ത ആളുകൾ വേണം. എങ്കിലേ പരിശുദ്ധമായ ദീന് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അതിനാണ് നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പള്ളി ദർസുകളും ശരീഅത്ത് കോളേജുകളും സ്ഥാപനങ്ങളും എല്ലാം നിലനിൽക്കുന്നത്. നല്ല ആദർശബോധമുള്ള പണ്ഡിതന്മാര് വളർന്നു വരണമെങ്കിൽ ആദർശബോധമുള്ള ഉസ്താദന്മാരിൽ നിന്ന് ഓതി പഠിക്കണം. ആദർശബോധമുള്ള ഉസ്താദിന്മാരിൽ നിന്ന് പഠിക്കണം. എങ്കിലേ ആദർശബോധമുള്ളവർ വളർന്നു വരികയുള്ളൂ. ആ നിലക്ക് സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങൾ നന്നായി പറയുന്ന, അത് പ്രകടിപ്പിക്കുന്ന ഒരു നല്ല തലമുറ നമ്മുടെ എല്ലാ ദർസുകളിൽ നിന്നും വളർന്നു വരട്ടെ. പ്രത്യേകിച്ച് ഈ കൊളപ്പുറം ദർസിൽ നേരത്തെ ഒരുപാട് മഹാന്മാര് ഇവിടെ ദർസ് നടത്തുകയും വലിയ മുതഅല്ലിമീങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇനിയും ഒരുപാട് ആലിമീങ്ങളെ വളർത്താൻ ഈ ദർസിനും നമ്മുടെ മറ്റ് ദർസുകൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കാൻ എല്ലാവരോടും അപേക്ഷിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സദസ്സിലേക്ക് ബക്കറ്റ് പിരിവ് വരുന്നുണ്ട്, എല്ലാവരും സഹകരിക്കണമെന്ന് അറിയിക്കുന്നു.